ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാൻ ആക്രമണം നടത്തുന്നു. സൗദിയിൽ 12 അമേരിക്കൻ സൈനികർക്ക് പരിക്കുപറ്റിയെന്ന വാർത്ത വരുന്നു. എന്തായാലും ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ ആർക്കും താല്പര്യമില്ലെന്ന മട്ടിലേക്കാണോ പോകുന്നത്? ഒപ്പം തന്നെ ഇസ്രയേലും ഉണ്ടല്ലോ സജീവമായി. ക്രിസ്റ്റീന, കാര്യങ്ങൾ വീണ്ടും രൂക്ഷമായി തുടരുകയാണ്. അമേരിക്ക ആദ്യം 5 ദിവസം പിന്നെ 10 ദിവസമൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ട്രംപിന്റെ വാക്കിന് പഴയ ചാക്കിന്റെ പോലും വിലയില്ലെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ യുദ്ധം രൂക്ഷമായി തുടരുകയാണ് എന്ന് മാത്രമല്ല, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടരുന്നു. UAE, സൗദി, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ ഇവിടെയൊക്കെ സൈറൻ മുഴങ്ങുകയും പല സ്ഥലങ്ങളിലും ഇറാന്റെ മിസൈലുകൾ തകർക്കുകയും ചെയ്തതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ട്. അതിനിടയിലാണ് സൗദി മറ്റേ പ്രിൻസ് സുൽത്താൻ എയർബേസിൽ ഒരു ഇതിൻ്റെ മിസൈലിൻ്റെ ഭാഗങ്ങൾ പതിച്ച് 12 അമേരിക്കൻ സൈനികർക്ക്, അവർ അമേരിക്കയുടെ ബേസാണ്, അവിടെ വലിയ രീതിയിൽ ഗുരുതരമായ പരിക്കേറ്റു എന്ന വാർത്ത വരുന്നത്. അപ്പോൾ വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇറാനിലേക്ക് അവരുടെ ഭരണ കേന്ദ്രങ്ങൾ കയറി ആക്രമിക്കുകയാണ് ഇസ്രായേൽ. നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകളാണ് ഈ മണിക്കൂറുകളിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് ടെല്ലവീവിലും പല നഗരങ്ങളിലും മധ്യ ഇസ്രായേലിലൊക്കെ പ്രയോഗിച്ചിരിക്കുന്നു. ഒരാൾ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കുണ്ട്. ഇത് ഔദ്യോഗികമായ കൺഫർമേഷനാണ്. ഒരുപക്ഷെ മരണസംഖ്യയിൽ കൂടുതലായിരിക്കാം. ലെബനോനിലേക്ക് കയറി ഇസ്രായേലിൻ്റെ കരയുദ്ധം തുടരുകയാണ്. അതിനിടയിൽ കരയുദ്ധവുമായിട്ട് മുന്നോട്ട് വന്നാൽ അമേരിക്ക തരിപ്പണമായി പോകുമെന്നുള്ള തരത്തിൽ ഇറാന്റെ ഭീഷണിയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷിപ്പുകൾ, ഇന്ത്യയുടെ, ചൈനയുടെ, റഷ്യയുടെ, ഇറാഖിൻ്റെ, പാകിസ്ഥാൻ്റെ കപ്പലുകൾ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. മറ്റ് കപ്പലുകളൊക്കെ ക്യൂ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോഴും വല്ലാത്തൊരു പ്രതിസന്ധി ഹോർമൂസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. വലിയ തുക ചുമത്തിയാണ് കപ്പലുകൾ കടത്തിവിടുന്നതിനെ കുറിച്ചുള്ളത് പറയുന്നുണ്ട്. അതിനിടയിൽ അമേരിക്കയുടെ USS ട്രിപ്പോളി എന്ന 3ാമത്തെ വിമാനവാഹിനി കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2000-ലേറെ മറീൻ നാവികസേനാംഗങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ആണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.